മനുഷ്യൻ എല്ലായ്പ്പോഴും മൃഗങ്ങളുമായി ഒരു പ്രത്യേക ബന്ധം പങ്കുവെക്കുന്നുണ്ട്. അവയെ നമ്മൾ വിസ്മയത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. നമ്മൾ അവയെ നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുകയും പരിപാലിക്കുകയും ചെയ്യാറുണ്ട്. ചിലര് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെയാണ് മൃഗങ്ങളെ പരിഗണിക്കുന്നത്. മനുഷ്യരാശിയുടെ മൃഗങ്ങളോടുള്ള സ്നേഹം ശരിക്കും മനോഹരമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവയെ ചങ്ങലക്കിടുന്നത്, കൂട്ടിലടയ്ക്കുന്നത്, അവയുടെ പുറത്ത് കയറിയിരിക്കുന്നത്, അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം വേണമെന്ന് തീരുമാനിക്കുന്നത്. എന്തെന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ മൃഗസ്നേഹം എന്നാണ് പൊതുവെ സമൂഹത്തിൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ശരിക്കും ഇതൊക്കെ മൃഗസ്നേഹമാണോ അതോ മനോരോഗമാണോ? കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേര് സ്നേഹിക്കുന്ന ഒരു മൃഗമാണ് ആന. രാജഗംഭീരമായ ഈ മൃഗങ്ങളെ വാനോളമാണ് പലരും പുകഴ്ത്തുന്നത്. സകല ആനയുടെയും പേര് പോലും ചിലർക്കറിയാം. എല്ലാ ആഘോഷങ്ങൾക്കും ആനകളെ കൊണ്ടുവരുന്നത് പതിവാണ്. ഞാനൊരു ആനപ്രേമിയാണെന്ന് വളരെ അഭിമാനത്തോടെയാണ് ചിലര് പറയുന്നത്. പക്ഷെ ഇവരാരും ആനകളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആനകൾ എന്നത് വളരെയധികം സോഷ്യലായിട്ടുള്ള ജീവികളാണ്. ആജീവനാന്തം ബന്ധങ്ങൾ നിലനിർത്തും. സഹാനുഭൂതി, സ്നേഹം, ദയ, സങ്കടം എന്നിങ്ങനെയുള്ള വികാരങ്ങളൊക്കെ വളരെ ഉയർന്ന അളവിൽ തന്നെ ഇവ പ്രകടിപ്പിക്കാറുണ്ട്. കൂട്ടമായി ജീവിക്കുന്നത് ഇവർക്ക് വളരെ പ്രധാനമാണ്. പക്ഷെ ഇതൊക്കെ വനത്തിൽ മാത്രമേ പറ്റൂ. ആനകളെ വളർത്തുന്ന കേന്ദ്രങ്ങളിൽ ഇവയ്ക്ക് സോഷ്യലായിരിക്കാനുള്ള അവസരം പോലുമില്ല. പൂർണ്ണമായും ഏകാന്തമായിരിക്കും. മെയിൽ ആനകൾ നാച്ചുറലി ഏകാന്ത ജീവിതം നയിക്കാൻ കഴിയുന്നവരാണ് എന്ന് കരുതി അവയ്ക്ക് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒന്നും ആവശ്യമില്ല എന്നല്ല. അതുപോലെ സ്പർശനത്തിലൂടെയും പലതരം ശബ്ദങ്ങളിലൂടെയും ഗന്ധത്തിലൂടെയും എല്ലാം ആനകൾ നിരന്തരമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ക്യാപ്റ്റിവിറ്റിയിൽ, അതായത് മനുഷ്യന്റെ ബന്ധനത്തിലായിരിക്കുന്ന ആനകളെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അനുവദിക്കാറില്ല. വനത്തിലാണെങ്കിൽ ആനകൾ ഒരിക്കലും കുറെ നേരം ഒരിടത്ത് വെറുതെ നിൽക്കില്ല. എപ്പോഴും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഉത്സവങ്ങളിലും മറ്റുമൊക്കെ മണിക്കൂറുകളോളം നേരം ആനകളെ ഒരിടത്ത് തന്നെ നിർത്തിയിരിക്കുന്നത് കാണാം. ശരിക്കും പറഞ്ഞാൽ ആനകളെ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആനകളും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് തന്നെ. ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരം വയ്ക്കുന്ന ഈ ഗംഭീരമായ ജീവികളോട് നെറ്റിപ്പട്ടവും വെച്ച് അനങ്ങാതെ ഒരിടത്ത് നിൽക്കാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. അതുകൊണ്ട് അതിനെ ചെറുതിലേ മുതൽ തന്നെ ഭയപ്പെടുത്തി പൂർണ്ണമായും നിയന്ത്രിക്കുക മാത്രമേ വഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് അതിനെ എപ്പോഴും ചങ്ങലക്കിടുന്നത്. ഇത്രയും മഹത്തായ ഒരു ജീവിക്ക് സ്വന്തമായി ഒന്ന് ചലിക്കാൻ പോലും മനുഷ്യന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞാൽ അത് അത്യധികം ക്രൂരമാണ്. ഈ ക്രൂരത ക്യാപ്റ്റിവിറ്റിയിലുള്ള ആനകളുടെ കുഞ്ഞുനാൾ മുതലേ തുടങ്ങുന്നതാണ്. അമ്മമാരോടൊപ്പം കാട്ടിൽ ഓടി നടക്കേണ്ട കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ അമ്മമാരിൽ നിന്ന് ബലമായി പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയെ വരുതിയിൽ നിർത്തുന്നതിന്റെ ഭാഗമായി ഇവയെ മാനസികമായി തകർക്കാനാണ് ഇങ്ങനെ ചെറുതിലേ തന്നെ വേർപെടുത്തുന്നത്. ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ ക്യാപ്റ്റിവിറ്റിയിൽ വളരുന്ന ആനകൾ പലപ്പോഴും കടുത്ത വിരസതയും മാനസിക ആഘാതവും ഒക്കെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ആനപ്രേമികൾ എന്ന കപട നാമത്തിൽ അറിയപ്പെടുന്ന ചിലരുണ്ട്. ആഘോഷ പരിപാടികളിലൊക്കെ ആനകളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ആനകളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർ സ്വന്തം വീട്ടിലുള്ളവരെ ഇതുപോലെ ചങ്ങലക്കിടുമോ എന്നതാണ് ചോദ്യം. കാരണം അവരെ സംബന്ധിച്ച് സ്നേഹം കാണിക്കുന്നത് ചങ്ങലക്കിടുന്നതിലൂടെയും നെറ്റിപ്പട്ടം ചാർത്തുന്നതിലൂടെയും മുതുകത്ത് കയറിയിരിക്കുന്നതിലൂടെയും ഒക്കെയാണല്ലോ. ആനപ്പുറത്ത് കയറിയിരുന്ന് സന്തോഷം കണ്ടെത്തുന്ന ചില വിചിത്രമായ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കയറിയിരിക്കുന്നത് ആനകളുടെ നട്ടെല്ലിന് യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അങ്ങനെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നതല്ല ശരിക്കുമുള്ള പ്രശ്നം. ഇത്രയും മഹത്തായ ഒരു ജീവിയുടെ പുറത്ത് എന്തായാലും സ്വാഭാവികമായി കയറാൻ അത് സമ്മതിക്കില്ല. അതുകൊണ്ട് അതിനെ വളരെ തീവ്രമായി ട്രെയിനിങ് നൽകി ഭയപ്പെടുത്തി മനുഷ്യന്റെ അധീനതയിലാക്കും. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെയാണ് ആനകൾ മനുഷ്യരെ കൊണ്ട് ചുമക്കുന്നത്. പക്ഷേ അതൊന്നും ചിന്തിക്കാതെ അതിന്റെ പുറത്ത് കയറിയിരുന്ന് സന്തോഷം കണ്ടെത്തുന്നവരുടെ മാനസികാവസ്ഥ വളരെ അത്ഭുതം തന്നെയാണ്. ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. ഇവയ്ക്ക് ആവശ്യത്തിനുള്ള ആഹാരവും സംരക്ഷണവും ഒക്കെ നൽകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ചിലര്. ഇങ്ങനെയുള്ളവരോട് എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളെ പിടിച്ച് ചങ്ങലയിൽ കെട്ടിയിടാം, എന്നിട്ട് എല്ലാ ദിവസവും ആഹാരം തരാം, ഒരു വലിയ മുറി നൽകാം. പക്ഷെ എന്തു പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണം. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതിന് സമ്മതിക്കുമോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ പിന്നെ നിങ്ങൾ ന്യായീകരിക്കാൻ വരരുത്. മറ്റൊരു കാര്യം, കാട്ടിൽ ദിവസങ്ങളോളം നടന്ന് വൈവിധ്യമാർന്ന ഇലകളും വേരുകളും ഒക്കെ കണ്ടെത്തി കഴിച്ചു ജീവിക്കേണ്ട ആനകൾക്ക് ക്യാപ്റ്റിവിറ്റിയിൽ കിട്ടുന്നത് മനുഷ്യൻ നൽകുന്ന കൃത്രിമമായ ആഹാരമാണ്. അത് ആനകളിൽ അമിതവണ്ണത്തിനും ദഹന പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാകും. അതിനു പുറമെ ക്യാപ്റ്റിവിറ്റിയിൽ ഇവ അധികം നടക്കാത്തതുകൊണ്ട് കാലുകൾക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും.
ഒരേയിടത്ത് തന്നെ ചങ്ങലയിൽ കിടന്ന് കല്ലിലും കോൺക്രീറ്റിലുമൊക്കെ ചവിട്ടി അവയ്ക്ക് ഗുരുതരമായ കാൽപാദ രോഗങ്ങളും സന്ധിവേദനയും ഉണ്ടാകും. കൺമുന്നിൽ കാണുന്ന ഈ ശാരീരിക യാതനകൾക്ക് പുറമെയാണ് അവയുടെ മനോനില തെറ്റുന്നത്. കടുത്ത മാനസികാഘാതം കാരണം തലയാട്ടിക്കൊണ്ടേയിരിക്കുന്നതൊക്കെ ഇവയിലെ അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളാണ്. ആനകളെ ജീവനുള്ള ഒന്നായി കാണുന്നതിന് പകരം ലാഭകരമായ ഒരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ പദവിയുടെ പ്രതീകമായിട്ടോ അതുമല്ലെങ്കിൽ അലങ്കാര വസ്തുവായിട്ടോ ഒക്കെയാണ് പൊതുവെ സമൂഹം ആനകളെ കാണുന്നത്. ഉത്സവങ്ങൾ, വിവാഹങ്ങൾ, ഘോഷയാത്രകൾ എന്നിങ്ങനെ ആഘോഷങ്ങളിലെ വെറും പ്രദർശന വസ്തുക്കളായി മാത്രമാണ് സമൂഹം മൊത്തം ആനകളെ പരിഗണിക്കുന്നത്. പലരും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ആനകൾ യഥാർത്ഥത്തിൽ വന്യമൃഗങ്ങളാണ്, അല്ലാതെ ഡൊമസ്റ്റിക് അനിമൽസ് അല്ല. അതുകൊണ്ട് ആനകൾക്ക് എത്ര തന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാലും അവ ശരിക്കും സന്തോഷകരമായി സ്വാതന്ത്ര്യമായി ജീവിക്കണമെങ്കിൽ അവയ്ക്ക് വനം അത്യാവശ്യമാണ്. ഈ ഗംഭീര ജീവികളെ ചങ്ങലക്കിടുന്നതാണ് ഏറ്റവും സങ്കടകരം. നിങ്ങൾക്കിഷ്ടമുള്ള ഒരാളെ പിടിച്ച് നിങ്ങൾ ചങ്ങലക്കിടുമോ? അങ്ങനെ മനുഷ്യനെ പിടിച്ച് ചങ്ങലക്കിടുന്നത് നോർമൽ അല്ലെങ്കിൽ ആനകളെ ചങ്ങലക്കിട്ടിട്ട് അതിനോട് സ്നേഹമാണെന്ന് പറയുന്നത് എങ്ങനെ നോർമലാകും? ഓർക്കുക, കൊടും കുറ്റം ചെയ്യുന്ന വലിയ കുറ്റവാളികളെ പോലും ചങ്ങലക്കിടാറില്ല. പക്ഷേ ആനകളെയൊക്കെ ചങ്ങലയ്ക്കാണ് ഇടുന്നത്. ബഹുഭൂരിപക്ഷം പേരും ആനകളുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല എന്നതാണ് ഏറ്റവും ഭയാനകം. ചെറുതിലേ മുതൽ തന്നെ ഈ ക്രൂരതയൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നോർമലായ ഒരു കാര്യമാണെന്നും നമ്മൾ കരുതും. ഒരു സമൂഹത്തിന്റെ മൊത്തം മെന്റാലിറ്റി ഇങ്ങനെയാകുമ്പോൾ ഇതൊക്കെ തെറ്റാണെന്ന് ചിന്തിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല. തലമുറകളായി പകർന്നു കിട്ടിയ ഈ ചിന്താഗതി മാറ്റിയെടുക്കാൻ ഇനി എത്ര കാലം ആനകൾ കഷ്ടത അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. ആനകൾ ശക്തമായ ഒരു ഉദാഹരണമാണ്. പക്ഷേ മറ്റേതൊരു തരം ക്യാപ്റ്റിവിറ്റിയെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചിട്ടുള്ള ഒന്നാണ് പക്ഷികൾ. പക്ഷികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ഏതൊരു മനുഷ്യനും ആദ്യം ചിന്തിക്കുന്നത് മിക്കവാറും പറക്കുന്നതിനെ കുറിച്ചായിരിക്കും. പറക്കുന്നത് പക്ഷികളുടെ വെറും ഒരു കഴിവ് മാത്രമല്ല, അതാണ് അവയ്ക്കെല്ലാം. പറക്കുന്ന പക്ഷികൾക്ക് അവയുടെ അതിജീവനത്തിന്റെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത അടിസ്ഥാന ഘടകമാണ് പറക്കൽ. ആഹാരം തിരയാൻ, പ്രഡറ്റേഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ, മീറ്റിംഗ് ചെയ്യാൻ, താപനില നിയന്ത്രിക്കാൻ, പരിസരവുമായി ഇന്ററാക്ട് ചെയ്യാൻ, അങ്ങനെ എല്ലാത്തിനും പക്ഷികൾക്ക് ചിറകുകൾ വളരെ അത്യാവശ്യമാണ്. പക്ഷേ വളർത്തു പക്ഷിയുടെ ഒരു ചിത്രം സങ്കല്പിക്കാൻ പറഞ്ഞാൽ മിക്കവാറും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കൂട്ടിലടച്ച ഒരു പക്ഷിയെ ആയിരിക്കും. ഇതെത്രത്തോളം വലിയ ക്രൂരതയാണെന്ന് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് സ്വയം തിരിച്ചറിയാവുന്നതേയുള്ളൂ. പക്ഷേ കാണാൻ മനോഹരമാണെന്ന ഒരൊറ്റ കാരണത്താൽ പക്ഷി സ്നേഹികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവര് പക്ഷികളെ പിടിച്ച് കൂട്ടിലടയ്ക്കും. ഈ സൈക്കോകളെ സംബന്ധിച്ചിടത്തോളം പക്ഷികൾ എന്നത് വെറും ഒരു അലങ്കാര വസ്തുക്കൾ മാത്രമാണ്. ഓർക്കുക, എല്ലാ പക്ഷി സ്നേഹികളും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ശരിക്കും പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷികളെ കൃത്യമായി പരിപാലിക്കുകയും കൂട്ടിലടയ്ക്കാതെ സ്വതന്ത്രമായി വിടുകയും അവയുമായി ആവശ്യത്തിന് സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. പക്ഷെ അങ്ങനെയുള്ളവർ വളരെ 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 അപൂർവമാണ്. ബഹുഭൂരിപക്ഷം പേരും പക്ഷികളെ ജീവനുള്ള ഒന്നായിട്ട് കാണുന്നതിന് പകരം വെറും അലങ്കാര വസ്തുക്കളായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. ശരിക്കും പക്ഷികളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അവയെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് കണ്ട് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു എന്നതാണ് എന്റെ ഏറ്റവും വലിയ സംശയം. ചിലര് സ്വതന്ത്രമായി വിടുന്നു എന്ന് പറയുമ്പോഴും ആ പക്ഷികൾക്ക് വീട്ടിനകത്ത് കിടന്ന് പറക്കാൻ കഴിയുമെന്ന് മാത്രമായിരിക്കും. പുറത്തു പോകാതിരിക്കാൻ വാതിലുകളും ജനാലകളും ഒക്കെ അടച്ചിടും. അതും ശരിക്കുമുള്ള സ്വാതന്ത്ര്യമല്ല. ചിലര് പറക്കാതിരിക്കാൻ അവയുടെ ചിറകുകളിലെ തൂവലുകളൊക്കെ ഇളക്കി വിടാറുണ്ട്. മനുഷ്യന്റെ കാലുകൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ കെട്ടിവെക്കുന്നതിന് സമാനമാണിത്. ഇത് പക്ഷികളിൽ തീവ്രമായ ആങ്സൈറ്റിയും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കും. പക്ഷികളെ വളർത്തുന്നവര് പറയുന്ന ഒരു വലിയ ന്യായമുണ്ട്. സംഭവം, ഒട്ടുമിക്ക വളർത്തു പക്ഷികളും യഥാർത്ഥത്തിൽ ഏകദേശം പൂർണ്ണമായും മനുഷ്യരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവയെ സ്വതന്ത്രമായി വിട്ടാൽ പുറത്ത് അവയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ജീവിക്കാനുള്ള യാതൊരു സ്കിൽസും അവയ്ക്കുണ്ടായിരിക്കില്ല. ആ രീതിയിലാണ് ഇവ പരിണമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവയെ പുറത്തു വിടാതെ അടച്ചിടുമ്പോൾ യഥാർത്ഥത്തിൽ ഇവയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പക്ഷി സ്നേഹികൾ എന്ന കപടനാമത്തിൽ അറിയപ്പെടുന്നവര് പറയുന്ന ന്യായം. അത് ശരി തന്നെയാണ്. പക്ഷെ ഓർക്കുക, ഈ അവസ്ഥയ്ക്ക് കാരണവും മനുഷ്യര് തന്നെയാണ്. അതായത് കാലങ്ങളായിട്ടുള്ള സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ഇത്തരം പക്ഷികളെ ജനറ്റിക്കലി ഈ രീതിയിലാക്കി മനുഷ്യര് മാറ്റിയെടുത്തതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുത്തൻ ഒരു സെലിബ്രിറ്റിയുടെ കാല് തല്ലി ഒടിച്ചിട്ട് ആ സെലിബ്രിറ്റി ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. എന്നിട്ട് ആ സെലിബ്രിറ്റി എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും പുറം ലോകത്ത് അയാൾക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്നും അവൻ അഭിമാനത്തോടെ തന്റെ കൂട്ടുകാരോട് പറയുകയാണ്. ഇതേ ന്യായീകരണമാണ് പക്ഷികളുടെ അവസ്ഥയ്ക്ക് പിന്നിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം പക്ഷികളെയൊക്കെ ബ്രീഡിംഗ് ചെയ്യുന്നത് പൂർണ്ണമായും ബാൻ ചെയ്യണം. എന്നിട്ട് ഇവയെ വംശനാശം സംഭവിച്ചു പോകാൻ അനുവദിക്കണം.
ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ നരകിച്ചാണ് ഇവ ജീവിക്കുന്നത്. അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് വംശനാശം സംഭവിച്ചു പോകുന്നതാണ്. ഈ പറഞ്ഞത് വെറും 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നായകളെ കെട്ടിയിട്ട് വളർത്തുന്നത്, മൃഗശാലയിൽ മൃഗങ്ങളെ പൂട്ടിയിടുന്നത്, സർക്കസുകളിൽ മൃഗങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്നത് നോർമലൈസേഷനാണ്. അതായത് മൃഗങ്ങളോടുള്ള ക്രൂരത സാധാരണമാണെന്നും അത് നമ്മുടെ സംസ്കാരത്തിന്റെയോ വിനോദത്തിന്റെയോ ഭാഗമാണെന്നും ഒരു സമൂഹം മുഴുവൻ തെറ്റായി വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. കാരണം മനുഷ്യൻ എന്തെങ്കിലുമായി പൊരുത്തപ്പെടുന്നതിൽ മിടുക്കരാണ്. എത്ര വലിയ തെറ്റാണെങ്കിലും എല്ലായ്പ്പോഴും അത് കണ്ടുകൊണ്ടേയിരുന്നാൽ നമ്മൾ അത് ശ്രദ്ധിക്കുന്നത് നിർത്തും. ഇത് കണ്ട് വളരുന്ന പുതിയ തലമുറകൾ ആ തെറ്റിനെ ചോദ്യം ചെയ്യുക പോലുമില്ല. കാലക്രമേണ അത് തെറ്റാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെയാകും. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഒരു തെറ്റിനെ ശരിവെക്കുകയാണെങ്കിൽ അത് ശരിയാണെന്നും സാധാരണമാണെന്നും നമുക്കും തോന്നും. പക്ഷികളെ കൂട്ടിലടക്കണമെന്നോ ആനകളെ ചങ്ങലക്കിടണമെന്നോ പട്ടികളെ ഒരേ സ്ഥലത്ത് തന്നെ വർഷങ്ങളോളം കെട്ടിയിടണമെന്നോ ഒരു നവജാത ശിശുവിന് അറിയില്ല. അത്തരം ചിന്തകളോടെ അല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഇതെല്ലാം മുതിർന്നവരിൽ നിന്നും കണ്ടു പഠിക്കുന്നതാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത വളരെ നോർമലാണെന്ന് നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് സഹാനുഭൂതിയും കരുണയും ഒക്കെ കുറവാണെന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷേ മൃഗങ്ങളോടുള്ള ക്രൂരത പോലും വളരെ നോർമലാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ സമൂഹത്തിൽ നിന്നും എങ്ങനെയാണ് കുട്ടികൾ സഹാനുഭൂതിയും കരുണയും ഒക്കെ പഠിക്കുന്നത്? കുറഞ്ഞ പക്ഷം ഇങ്ങനെ മൃഗങ്ങളെ ദ്രോഹിക്കുന്നത് തെറ്റാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവുകയെങ്കിലും വേണം. ആ ഒരു മെസ്സേജ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. എല്ലാ ക്യാപ്റ്റിവിറ്റിയും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ക്യാപ്റ്റിവിറ്റി അനിവാര്യമാണ്. ഉദാഹരണത്തിന് വനത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗത്തിനെ ക്യാപ്റ്റിവിറ്റിയിലൂടെ മാത്രമേ ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയൂ. മറ്റു ചില സാഹചര്യങ്ങളിൽ പരിക്ക് പറ്റിയ വന്യമൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായ ക്യാപ്റ്റിവിറ്റിയാണ്. ഞാൻ ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചത് വെറും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്യമൃഗങ്ങളെ ക്യാപ്റ്റിവിറ്റിയിലാക്കുന്നവരെക്കുറിച്ചും സ്നേഹിക്കുകയാണെന്നും പറഞ്ഞ് മൃഗങ്ങളെ ദ്രോഹിക്കുന്നവരെക്കുറിച്ചും അതൊക്കെ നോർമലാണെന്ന് പറയുന്ന സമൂഹത്തിനെക്കുറിച്ചുമാണ്. അടുത്ത തവണ കൂട്ടിലടച്ച ഒരു പക്ഷിയെ കാണുമ്പോൾ, നെറ്റിപ്പട്ടവും ചാർത്തി മണിക്കൂറുകളോളം നിൽക്കുന്ന ഒരു ആനയെ കാണുമ്പോൾ, എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ കാണുമ്പോൾ, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മനുഷ്യന്റെ ആഗ്രഹങ്ങളാൽ ജീവിതം രൂപപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുമ്പോൾ നിങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചു നോക്കണം. ഈ മൃഗത്തിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ജീവിതം തിരഞ്ഞെടുക്കുമായിരുന്നോ?